പാക് രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയുമായും ഖാലിസ്ഥാൻ അനുയായി ഗോപാൽ സിംഗ് ചൌളയുമായും ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് പഞ്ചാബ് പോലീസ് ഒരാളെ അറസ്റ്റ് ചെയ്തു. പ്രതിയായ ഗഗൻദീപ് സിംഗ് ഇന്നലെ വൈകുന്നേരം തരൺ തരണിയിലാണ് അറസ്റ്റിലായത്. ഇയാൾ ദേശസുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന തരത്തിൽ രഹസ്യ വിവരങ്ങൾ ചോർത്തിയെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ബീഹാറിലെ സിവാൻ ജില്ലയിൽ ഇന്നലെ വൈകുന്നേരമുണ്ടായ മഴക്കെടുതിയിൽ 7 പേർ മരിച്ചു. കനത്ത മഴയും ശക്തമായ കാറ്റും ജില്ലയിൽ വ്യാപക നാശനഷ്ടങ്ങളുണ്ടാക്കി. നിരവധി മരങ്ങൾ കടപുഴകി വീണു. ലക്ടിൻ അഭിഗഞ്ച്, ബസന്ത്പൂർ ബ്ലോക്കുകളിലാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായത്. പ്രതികൂല കാലാവസ്ഥ കണക്കിലെടുത്ത് ജാഗ്രത പാലിക്കാൻ ദുരന്ത നിവാരണ വകുപ്പ് ജനങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ ചരക്ക് കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് തമിഴ്നാട്ടിലെ കന്യാകുമാരിയിൽ 36 തീരങ്ങളിലായി പ്ലാസ്റ്റിക് നെഡിൽസ് അടിഞ്ഞുകൂടി. ശുചീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്നും ഡ്രോൺ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ജില്ലാ കളക്ടർ R. അലഗുമീന പറഞ്ഞു. കിള്ളിയൂർ താലൂക്കിലെ 16 ഗ്രാമങ്ങളിലും കൽക്കുളം, അഗസ്തീശ്വരം താലൂക്കുകളിലെ 10 തീരദേശ ഗ്രാമങ്ങളിലും നെർഡിൽസിന്റെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അയോധ്യയിലെ രാം ദർബാറിന്റെ പ്രാൺ പ്രതിഷ്ഠ ചടങ്ങിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക്. ജൂൺ 5-ന് രാവിലെ 6:30-നാണ് പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ്. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ചടങ്ങിൽ പങ്കെടുക്കും. അയോധ്യയിലെ രാം ദർബാറിൽ രാമജന്മഭൂമിയിലേതിന് സമാനമായാണ് 3 ദിവസം നീളുന്ന പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് നടത്തുന്നത്.